നമസ്കാരം. പ്രശസ്ത സാഹിത്യകാരൻ കാരൂർ സോമൻ്റെ കാർപ്പാത്യൻ പർവ്വതനിരകൾ എന്ന റൊമേനിയൻ യാത്രാവിവരണത്തെപ്പറ്റി എഴുത്തുകാരി ശ്രീമതി മിനി സുരേഷ് ദീപികയിൽ എഴുതിയ പുസ്തകാസ്വാദനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ശബ്ദാവിഷ്കാരം ഡോക്ടർ മായ ഗോപിനാഥ്. ലോകസഞ്ചാര ഭൂപടത്തിൽ മുന്നിൽ നിൽക്കുന്ന ലോകസഞ്ചാരികളുടെ പ്രമുഖ കേന്ദ്രമാണ് ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്ന കാർപ്പാത്യൻ പർവ്വതനിരകൾ. ഹിമാലയ പർവ്വതങ്ങൾക്ക് സമാനമായി മഞ്ഞുറഞ്ഞു കിടക്കുന്ന യൂറോപ്പിലെ വന്യമലകളായ കാർപ്പാത്യൻ പർവ്വതനിരകളെക്കുറിച്ച് സമഗ്രമായി പഠിക്കുവാൻ വളരെ ദീപ്തിമത്തായുള്ള ഒരു വൈജ്ഞാനിക ഗ്രന്ഥമാണ് ലോകസഞ്ചാരിയായ ശ്രീ കാരൂർ സോമൻ രചിച്ച കാർപ്പാത്യൻ പർവ്വതനിരകൾ റൊമേനിയ എന്ന യാത്രാവിവരണം. റൊമേനിയൻ പർവ്വതനിരകളിലെ ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ കാണുന്നത് പ്രേതഭൂതങ്ങളുടെ മരണ സൗന്ദര്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൊറർ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് ഡ്രാക്കുളയെ അനുകരിച്ചാണ്. ഡ്രാക്കുള കോട്ട നേരിൽ കണ്ട് അവിടുത്തെ നേർക്കാഴ്ചകൾ മനുഷ്യ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന വിധം വികാരനിർഭരമായി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഈ ഭയം, ഭീതി, ആകാംക്ഷ കാരൂരിൻ്റെ ആഫ്രിക്കൻ യാത്രാവിവരണങ്ങളിലും ഇത് കാണാം. വിദേശ രാജ്യങ്ങളുടെ ചരിത്ര സാക്ഷ്യങ്ങളെ സ്വന്തം അനുഭവത്തിലൂടെ വരച്ചു കാട്ടുന്നതിൽ URF ലോക റെക്കോർഡ് ജേതാവ് കാരൂർ സോമൻ്റെ ആഖ്യാനപാടവം അത്ഭുതാവഹമാണ്. യൂറോപ്പ്, ആഫ്രിക്കയെക്കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ ആ രാജ്യത്ത് പോകാതെ തന്നെ സൂക്ഷ്മമായി ആ രാജ്യത്തെ അനാവരണം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ആ രാജ്യങ്ങളുടെ സമഗ്ര ചിത്രം തന്നെയാണ് വായനക്കാരന് ലഭിക്കുന്നതെന്ന് ശ്രീ C. രാധാകൃഷ്ണനും ശ്രീ CP പള്ളിപ്പുറവും എഴുതിയത് വായിച്ചിട്ടുണ്ട്. SK പൊറ്റക്കാടിന് ശേഷം ഓരോ രാജ്യത്തെക്കുറിച്ചും വളരെ സമഗ്രമായി എഴുതി കണ്ടിട്ടുള്ളത് കാരൂരാണെന്ന് മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരൂരിൻ്റെ ആത്മകഥ കഥാകാരൻ്റെ കനൽ വഴികൾ കഴിഞ്ഞ വർഷമാണ് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നിന്നും വായിച്ചത്. ശക്തമായ നിലപാടുകളോടെ മുഖം നോക്കാതെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന കാരൂരിൻ്റെ തൂലിക മലയാള ഭാഷയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. 10ലധികം സാഹിത്യ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള കാരൂരിൻ്റെ ലേഖനങ്ങൾ, ഇംഗ്ലീഷ് നോവലുകൾ തുടങ്ങിയവയിലെല്ലാം അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഭയുടെ അത്ഭുത കാഴ്ചകളാണ് ദർശിക്കുവാൻ സാധിക്കുന്നത്. നോവലുകളിലും കഥകളിലും യാതൊരു കൃത്രിമത്വവുമില്ലാതെ മനുഷ്യൻ്റെ പച്ചയായ ജീവിതമാണ് വെളിപ്പെടുത്തുന്നത്. ലളിതവും സുന്ദരവുമായ രചനാശൈലിയാണെങ്കിലും കൊടുങ്കാറ്റിനകത്ത് പെട്ട പ്രതീതിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകവും വായനക്കാരന് പകർന്നു നൽകുന്നത്. ആഫ്രിക്കയടക്കം 10ഓളം വിദേശയാത്രാ വിവരണങ്ങൾ ആമസോൺ പ്രഭാത് ബുക്സിലുണ്ട്. ഇത്രമാത്രം സൗന്ദര്യാനുഭൂതിയോടെ ഒരു രാജ്യത്തിൻ്റെ ചരിത്രമടക്കം വിശകലനം ചെയ്യുന്ന യാത്രാവിവരണങ്ങൾ എഴുതുവാൻ സർഗാത്മക സാഹിത്യരചനകൾ രചിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. കാർപ്പാത്യൻ മലനിരകളിലൂടെ റൊമേനിയയുടെ യാത്രാവിവരണവും പ്രകൃതി സൗന്ദര്യവും രാഷ്ട്രീയ ചരിത്രവും സ്മാരകങ്ങളും മ്യൂസിയങ്ങളും എല്ലാം കൺമുന്നിലെന്ന പോലെ ദൃശ്യാവിഷ്കാര ഭംഗിയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആകാംക്ഷാഭരിതമായ അധ്യായങ്ങളിലൂടെയാണ് കാരൂരിനൊപ്പം ഈ പുസ്തകത്തിലൂടെ യാത്ര ചെയ്യേണ്ടത്. ഡ്രാക്കുള കോട്ടയിലെ നിഗൂഢതകൾ തെല്ലൊരു വിസ്മയത്തോടു കൂടിയേ വായിക്കാനാവൂ. ഡ്രാക്കുള നോവലിലെ വീര ഇതിഹാസ വ്ലാഡ് ഡ്രാക്കുള രാജാവ് ശത്രുക്കളെ സംഹരിച്ച് ഭൂതപ്രേത ചെകുത്താനായി ആരെയെങ്കിലും അമ്പരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് ഈ പർവ്വത ശിഖരങ്ങൾക്കുമുണ്ടെന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. താഴ്വാരത്തിൽ നിന്നും 2500 അടി ഉയരത്തിലുള്ള മലമുകളിലെ ഓക്കുമരത്തിൽ കാണുന്ന ക്രൂര സ്വഭാവമുള്ള നത്തിനെയും കാതുകളിൽ ആഴ്ന്നിറങ്ങുന്ന ചെന്നായയുടെ നടുക്കുന്ന ഗർജനത്തെക്കുറിച്ചുമെല്ലാം വായനക്കാരൻ്റെ മനസ്സിൽ ഭീതി നിറയ്ക്കുന്ന ചെകുത്താന്മാരുടെ ഡ്രാക്കുള കോട്ടയിൽ എന്ന അധ്യായം വായിക്കുമ്പോൾ കാരൂരിന് ഹൊറർ സാഹിത്യവും നന്നായി വഴങ്ങുമെന്ന് ഏതൊരു വായനക്കാരനും സമ്മതിച്ചു പോകും. രാജഭരണത്തിൽ നിന്നും കമ്മ്യൂണിസത്തിലേക്ക്, റൊമേനിയയിലെ ചരിത്ര മ്യൂസിയം, ബുക്കാറസ്റ്റിൽ പുലരി പോലൊരു മ്യൂസിയം തുടങ്ങിയ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രന്ഥകാരൻ്റെ ഗവേഷണ നിപുണതയ്ക്ക് മുൻപിൽ നമിച്ചു പോകും. സഞ്ചാരപഥങ്ങളിൽ മാതൃഭാഷ വികാരസാന്ദ്രമായി പങ്കുവയ്ക്കുവാൻ മടിയില്ലാത്തവർക്കും വിദേശ ഭാഷാ പരിജ്ഞാനം മുന്തിരിച്ചാറുപോലെ ഊറ്റിക്കുടിച്ചിട്ടുള്ളവർക്കും സിരകളിൽ കത്തിപ്പടരുന്ന വികാരമാണ് മാതൃഭാഷ. മലയാള ഭാഷാ സാഹിത്യത്തിന് വേണ്ടി വിദേശത്തിരുന്ന് ത്യാഗോജ്വലമായ പരിശ്രമങ്ങളാണ് ശ്രീ കാരൂർ സോമൻ നടത്തുന്നത്. വരും തലമുറയ്ക്ക് വിജ്ഞാനം പകരുന്ന ഒട്ടേറെ വിവരങ്ങൾ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താറുമുണ്ട്. പ്രമേയ സ്വീകരണത്തിലും വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്ന കാർപ്പാത്യൻ പർവ്വതനിരകളിലൂടെ സഞ്ചാരം
ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന ആവേശത്തോടെ അനുഭവിക്കാവുന്ന വ്യത്യസ്തമായ യാത്രാവിവരണമാണ്. പ്രഭാത് ബുക്സ് ആമസോൺ പ്രസിദ്ധീകരിച്ച ഈ യാത്രാവിവരണം മലയാള ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നന്ദി.